അസം BJP എക്സിൽ പോസ്റ്റ് ചെയ്ത AI വീഡിയോ വിവാദമാകുന്നു. മതവിദ്വേഷം പരത്തുന്ന വീഡിയോയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുകയാണ്. BJP ഇല്ലെങ്കിൽ അസമിൽ ബീഫ് നിയമവിധേയമാകും, മുസ്ലിങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കും എന്നാണ് വീഡിയോയിൽ പറയുന്നത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ കടുത്ത വർഗീയത പറയുന്ന വീഡിയോയ്ക്ക് പിന്നിൽ ആരാണ്? ഇതിൽ ഒരു നടപടിയുമില്ല എന്നാണോ? ഒരു നടപടിക്കും ഒരു സാധ്യതയും കാണുന്നില്ല. പ്രത്യേകിച്ച് അസമിൽ BJP ഭരിക്കുകയാണ്. BJP തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. സ്മൃതി, വളരെ പ്രധാനപ്പെട്ട കാര്യം, കടുത്ത വർഗീയത തന്നെയാണ് ഈ വീഡിയോയിലൂടെ പകരുന്നത് എന്നതാണ്. BJP ഇല്ലാത്ത അസമിൽ എങ്ങനെയായിരിക്കും എന്ന് കാട്ടിക്കൊണ്ടുള്ള വീഡിയോയാണ്. അസമിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഗുവാഹത്തി അടക്കമുള്ള നഗരങ്ങളെല്ലാം മുസ്ലിംകൾ കയ്യേറും, നുഴഞ്ഞുകയറ്റക്കാർ അധികമാകും, ഒപ്പം ബീഫ് നിയമവിധേയമാക്കപ്പെടും. ആ രൂപത്തിലുള്ള ഒരു മാറ്റമാകും BJP ഇല്ലെങ്കിൽ ഉണ്ടാവുക എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങൾ 90% അടുക്കുകയാണ്. BJP ഇല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നുകൂടി വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതായാലും വീഡിയോക്കെതിരെ വലിയ വിമർശനം കോൺഗ്രസിന്റെയും അസദുദ്ദീൻ ഉവൈസി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അസമിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏറ്റവും വലിയ BJPയുടെ ആയുധം ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെ തടുക്കാനും നിയന്ത്രിക്കാനുമായി എന്നുള്ളതാണ്. അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള വർഗീയത പരത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ BJP അസമിൽ പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധവും വിമർശനവുമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. സ്മൃതി.